Our topic is about cycle with superheated vapor before compression. Here, the condition of the refrigerant is superheated state before a compression process. Here, the compressor outlet is superheated refrigerant vapor, that is 100% vapor, and the compressor inlet is also a superheated refrigerant vapor. ഇപ്പം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ടോപ്പിക് എന്ന് പറയുമ്പം ഇത്രയും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിച്ചത് കംപ്രസറിൻ്റെ എക്സിറ്റിൽ വെറ്റ് വേപ്പർ, സാറ്റുറേറ്റഡ് വേപ്പർ, സൂപ്പർ ഹീറ്റഡ് വേപ്പർ കണ്ടീഷൻസ് ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക സൈക്കിളിൽ കംപ്രസറിൻ്റെ ഇൻലെറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ്. കംപ്രസറിൻ്റെ ഇൻലെറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആണെങ്കിൽ കംപ്രസറിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് എ സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആയിരിക്കും. ബട്ട് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് മാത്രമായിരിക്കും വ്യത്യാസം. നമുക്ക് പി എച്ച് ഡയഗ്രവും ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രവും നോക്കാം. ഇവിടെ 1 to 2 പ്രോസസ്സാണ് കംപ്രഷൻ പ്രോസസ്സ്. അതിൽ 1 എന്ന് പറയുന്ന പോയിൻ്റാണ് കംപ്രസറിൻ്റെ ഇൻലെറ്റ്, അത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ 2ഉം ഓൾറെഡി സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് ആകും. കാരണം കംപ്രഷൻ പ്രോസസ്സിൽ പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ 1 to 2 എന്ന് പറയുന്നത് പ്രോസസ്സിൽ 1 സൂപ്പർ ഹീറ്റ് ആണെങ്കിൽ 2ഉം സൂപ്പർ ഹീറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് 1 to 2 കംപ്രഷൻ പ്രോസസ്സ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കംപ്രസറിൻ്റെ ഇൻലെറ്റ് സൂപ്പർ ഹീറ്റ് ആയതുകൊണ്ട് തന്നെ കംപ്രസറിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ പോയിൻ്റ് 1ഉം പോയിൻ്റ് 2ഉം നമ്മൾ മാർക്ക് ചെയ്യുക. സാറ്റുറേറ്റഡ് വേപ്പർ ലൈന് റൈറ്റ് സൈഡിലായിട്ടായിരിക്കും. അതായത് ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് റീജിയനാണ്. ആ സൂപ്പർ ഹീറ്റഡ് റീജിയനിലായിരിക്കും പോയിൻ്റ് 1ഉം പോയിൻ്റ് 2ഉം നമ്മൾ മാർക്ക് ചെയ്യാം. ഈ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയർ നോക്കിയാലും പോയിൻ്റ് 1ഉം പോയിൻ്റ് 2ഉം സാറ്റുറേറ്റഡ് വേപ്പർ ലൈനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. 1 to 2 പ്രോസസ്സ് എന്ന് പറയുന്ന ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആയതുകൊണ്ട് അതൊരു വെർട്ടിക്കൽ ലൈനായിട്ട് TS ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, 1 to 2 കംപ്രഷനിൽ പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നു. പ്രഷർ ഇവാപ്പറേറ്റർ പ്രഷർ ചെയ്യുന്നത് കണ്ടൻസർ പ്രഷറിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ കംപ്രഷൻ പ്രോസസ്സാണ്. സോ 1 to 2 ഈസ് ദ ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സ്. അങ്ങനെ 2 എന്ന് പറയുന്ന ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്നു. ഇനി 2 to 3 പ്രോസസ്സ് എന്ന് പറയുന്നതാണ് കണ്ടൻസേഷൻ പ്രോസസ്സ്. കണ്ടൻസറിൽ നടക്കുന്ന ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സ്. കണ്ടൻസർ ചെയ്യുന്നത് 2വിലുള്ള സൂപ്പർ ഹീറ്റഡ് റെഫ്രിജറൻറ്റ് വേപ്പറിനെ 2' എന്ന് പറയുന്ന സാറ്റുറേറ്റഡ് വേപ്പർ റെഫ്രിജറൻ്റ് ആക്കുന്നു. ദെൻ എഗെയിൻ ലേറ്റൻറ്റ് ഹീറ്റ് റിമൂവ് ചെയ്തുകൊണ്ട് അതിനെ സാറ്റുറേറ്റഡ് ലിക്വിഡാക്കി മാറ്റുന്നു. അപ്പോൾ 2 to 2' ഹീറ്റ് റിമൂവ് ചെയ്യുന്നു. ദെൻ 2' to 3 ഹീറ്റ് റിമൂവ് ചെയ്ത് റെഫ്രിജറൻറ്റിനെ 2 എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് 3 എന്ന കണ്ടീഷനിലേക്ക് കണ്ടൻസർ എത്തിക്കുന്നു. നമ്മൾ ടെമ്പറേച്ചർ TS ഡയഗ്രം നോക്കുകയാണെങ്കിൽ 2 എന്ന് പറയുന്ന ഹൈ ടെമ്പറേച്ചറാണ് ആസ് കമ്പയർഡ് ടു 2'3. 2'ലെയും 3ലെയും ടെമ്പറേച്ചർ സെയിം ആണ്. കാരണം 2' to 3 എന്ന് പറയുന്ന പ്രോസസ്സ് ഫേസ് ചേഞ്ച് ആണ്. വേപ്പർ ടു ലിക്വിഡ് ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ബട്ട് 2 to 2' എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ് അല്ല. കാരണം 2വിൽ വേപ്പറാണ്, 2'ലും വേപ്പറാണ്. സോ ആ വേപ്പറിൻ്റെ ടെമ്പറേച്ചർ കുറയുന്ന പ്രോസസ്സാണ് 2 to 2'. അപ്പോൾ അതുകൊണ്ട് 2 to 2' എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കർവായിട്ട് കാണിക്കുന്നു. ദെൻ 2' to 3 എന്ന് പറയുന്നത് ലേറ്റൻറ്റ് ഹീറ്റ് റിജക്റ്റ് ചെയ്തുകൊണ്ട് സാറ്റുറേറ്റഡ് വേപ്പർ സാറ്റുറേറ്റഡ് ലിക്വിഡായി മാറുന്നു. സോ 2 to 3 എന്ന് പറയുന്നതാണ് കണ്ടൻസറിൽ നടക്കുന്ന പ്രോസസ്സ്. കണ്ടൻസർ അപ്പോൾ സൂപ്പർ ഹീറ്റ് റിമൂവ് ചെയ്യുന്നു, ലേറ്റൻറ്റ് ഹീറ്റും റിമൂവ് ചെയ്യുന്നു. ഇവിടെ സൂപ്പർ ഹീറ്റ് റിമൂവ് ചെയ്യുന്നു, ലേറ്റൻറ്റ് ഹീറ്റ് റിമൂവ് ചെയ്തു. ഇനി ഈ 2 to 3 പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോബാറിക് പ്രോസസ്സാണ്. അതോടൊപ്പം 2' to 3 എന്ന് പറയുന്ന പ്രോസസ്സ് ഐസോ തെർമലുമാണ്. അതിന് കാരണം ഫേസ് ചേഞ്ച് ആണ്. ഓക്കെ, ദെൻ ഈ സാറ്റുറേറ്റഡ് ലിക്വിഡ് അതും ഹൈ ടെമ്പറേച്ചറാണ്, ഹൈ പ്രഷർ തന്നെയാണ്. അപ്പോൾ അതിനെ
എക്സ്പാൻഷൻ വാൽവിലൂടെ കടത്തി വിടുന്നു. ദെൻ 4 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്നു. എക്സ്പാൻഷൻ വാൽവിലൂടെ കടക്കുന്ന സമയത്ത് അതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും ഡിക്രീസ് ചെയ്യുന്നു. ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ സ്റ്റേറ്റിലേക്ക് മാറുന്നു. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലിക്വിഡ് വേപ്പർ ഫോമിലേക്ക് മാറുന്നതുകൊണ്ട് തന്നെ 0.4 റെഫ്രിജറൻറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വെറ്റ് വേപ്പർ ആയിരിക്കും. എങ്കിലും ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഒരു 0.1 0.2 ആ റേഞ്ചൊക്കെ ആയിരിക്കും ഡ്രൈനസ് ഫ്രാക്ഷൻ. ഓക്കെ, അങ്ങനെ 0.4 എന്ന് പറയുന്ന എക്സ്പാൻഷൻ വാൽവിൻ്റെ എക്സിറ്റ് കണ്ടീഷനിലെത്തി. ഈ എക്സ്പാൻഷൻ വാൽവിൻ്റെ എക്സിറ്റ് കണ്ടീഷനിലുള്ള ഈ ഒരു റെഫ്രിജറൻ്റാണ് ദെൻ ഇവാപ്പറേറ്ററിൽ കൂടെ കടന്നു പോകുന്നത്. ഇവാപ്പറേറ്ററിലൂടെ കടന്നുപോയി അത് 1 എന്ന് പറയുന്ന സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. സോ പ്രോസസ്സ് 4 to 1 എന്ന് പറയുന്നത് ഇവാപ്പറേറ്ററിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഇവാപ്പറേറ്റർ അവിടെ 4ലുള്ള വെറ്റ് വേപ്പറിനെ 1' എന്ന് പറയുന്ന സാറ്റുറേറ്റഡ് വേപ്പർ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറ്റുന്നു. എഗെയിൻ ഹീറ്റ് ആഡ് ചെയ്ത് 1' 1 എന്ന് പറയുന്ന സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. അപ്പോൾ 4 to 1 ഇവാപ്പറേറ്റർ 4 to 1' എന്ന് പറയുന്ന ലേറ്റൻ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ദെൻ 1' to 1 എന്ന് പറയുന്ന സൂപ്പർ ഹീറ്റും അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ 4 എന്ന് പറയുന്ന വെറ്റ് വേപ്പറിൽ നിന്ന് 1 എന്ന് പറയുന്ന സൂപ്പർ ഹീറ്റഡ് വേപ്പർ എന്ന കണ്ടീഷനിലേക്ക് മാറുന്നു. അപ്പോൾ ഇവിടെ കംപ്രസറിൻ്റെ ഇല്ലറ്റ് സൂപ്പർ ഹീറ്റാണ്, അതുപോലെ തന്നെ എക്സിറ്റും സൂപ്പർ ഹീറ്റാണ്. ബട്ട് ഇല്ലറ്റിലെ പ്രഷർ കുറവാണ്, ടെമ്പറേച്ചറും കുറവാണ് ആസ് കമ്പയർഡ് ടു കംപ്രസറിൻ്റെ എക്സിറ്റിലെ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇതാണ് സൈക്കിൾ വിത്ത് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ബിഫോർ കംപ്രഷൻ പ്രോസസ്സ്. എഗെയിൻ ഈ ഇവാപ്പറേറ്ററിലെ പ്രോസസ്സായ 4 to 1 എന്ന് പറയുന്നത് ഐസോബാറിക് പ്രോസസ്സാണ്. അതിൽ 4 to 1' എന്ന് പറയുന്നത് ഐസോതെർമലാണ്. ബിക്കോസ് അവിടെ ഫേസ് ചേഞ്ച് സംഭവിക്കുന്നു, അതായത് ലിക്വിഡ് ടു വേപ്പർ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നത്. ദെൻ 1' to 1 ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, കാരണം 1' വേപ്പറാണ് 1 വേപ്പറാണ്. സോ 1' നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ ആ വേപ്പറിൻ്റെ ടെമ്പറേച്ചർ ഗ്രാജുവലി ഉയർന്ന് 1 എന്ന് പറയുന്ന പോയിൻ്റ് എത്തിച്ചേരുന്നു. ഓക്കെ, ഇതാണ് സൈക്കിൾ. ഇനി നമുക്ക് ഓരോ പ്രോസസ്സായിട്ട് നോക്കാം. പ്രോസസ് 1 to 2 ഐസെൻട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ് ഇൻ ദ കംപ്രസർ. ഹിയർ ദ കംപ്രസർ കംപ്രസസ് ദ റെഫ്രിജറൻറ്റ് വേപ്പർ ഫ്രം ഇവാപ്പറേറ്റർ പ്രഷർ ടു condenser pressure. Okay, pressure and temperature increases. Okay, then compressor inlet, it's a low pressure low temperature superheated vapor refrigerant, and the compressor exit must be a high pressure high temperature superheated vapor refrigerant. Then point 1 അറിയാം സൂപ്പർ ഹീറ്റ് ആണ്, point 2 സൂപ്പർ ഹീറ്റ് ആണ്. സോ പോയിൻ്റ് 1 എൻതാൽപ്പിനെ നമ്മൾ H1 എന്ന് വിളിച്ചു. ആ H1 എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇതാണ് 1 എൻതാൽപ്പി H1 എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ 1' എന്തുമാത്രം എൻതാൽപ്പി ഉണ്ടോ അതേ പ്ലസ് എത്ര എമൗണ്ട് ഹീറ്റ് 1' 1 എത്താൻ നമ്മൾ ആഡ് ചെയ്തു, അത് സം ചെയ്താൽ നമുക്ക് പോയിൻ്റ് 1 എൻതാൽപ്പി കിട്ടും. അതായത് എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 1 H1 ഈക്വൽ ടു Hg1'. 1' എൻതാൽപ്പിനെ നമുക്ക് H1' എന്ന് വിളിക്കാം. ബട്ട് 1' റെഫ്രിജറൻ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് വേപ്പറാണ്. സോ നമുക്ക് ആ 1' Hg1' എന്ന് വിളിക്കാം. സോ ആ 1' എൻതാൽപ്പിയാണ് Hg1'. അതേ പ്ലസ് CP ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്, അതായത് T1 മൈനസ് T1'. സോ എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 1 H1 ഈസ് ഇക്വൽ ടു എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 1' H1' പ്ലസ് CP ഇൻറ്റു T1 മൈനസ് T1'. ഹിയർ എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 1' ഈസ് ഇക്വൽ ടു H1' equal to Hg1' because at point 1 the refrigerant condition is saturated vapor.
അപ്പോൾ പോയിൻ്റ് 1 നമ്മൾ എൻതാൽപ്പി കണ്ടുപിടിച്ചു. ഇൻ ദ സെയിം വേ വി ക്യാൻ കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 2 H2. H2 ഈസ് ഇക്വൽ ടു H2വിലെ എൻതാൽപ്പി എന്ന് പറയുന്നത് 2' എന്തുമാത്രം എൻതാൽപ്പി ഉണ്ടോ അതേ പ്ലസ് എത്ര എമൗണ്ട് ഈ ഹീറ്റ്. ഓക്കെ, അപ്പോൾ H2വിലെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ 2' എൻതാൽപ്പി. 2' എന്ന് പറയുന്ന പോയിന്റ് സാറ്റുറേറ്റഡ് വേപ്പർ ആയതുകൊണ്ട് നമുക്കിങ്ങനെ എഴുതാം Hg2'. Hg2' പ്ലസ് Cp ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് T2 മൈനസ് T2'. അത് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻ്റ് 2വിലെ എൻതാൽപ്പി H2 കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം 1ലെ എൻതാൽപ്പി എന്ന് പറയുന്ന H1', എൻതാൽപ്പി എന്ന് പറയുന്ന H1' ആണ്. അതിനെ നമുക്ക് H1' ഈസ് ഇക്വൽ ടു Hg1' എന്ന് എഴുതാം. ഇൻ ദ സെയിം വേ എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 2' H2' ഈസ് ഇക്വൽ ടു Hg2'. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെ നമ്മൾ എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 1 ആൻഡ് എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 2 ഇക്വേഷൻ എഴുതി. ദെൻ വർക്ക് ഡൺ ഡ്യൂറിങ് ദ കംപ്രഷൻ പ്രോസസ്സ്. അപ്പോൾ നമുക്ക് എത്ര എമൗണ്ടാണ് വർക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തത്? WC ഈസ് ഇക്വൽ ടു H2 മൈനസ് H1. Then process 2 to 3, that's a condensation process. Here the process is isobaric heat rejection process in the condenser. The pressure remains constant. ഇവിടെ നമ്മൾ 2 ഹീറ്റ് റിമൂവ് ചെയ്യും. സൂപ്പർ ഹീറ്റ് ആൻഡ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഈസ് റിമൂവ്ഡ് ആൻഡ് ദ റെഫ്രിജറൻ്റ് കണ്ടീഷൻ വിൽ ചേഞ്ച് ഫ്രം സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് ടു സാറ്റുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റ്. ഹിയർ ഐസോബാറിക് പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ സൂപ്പർ ഹീറ്റും ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും റിമൂവ് ചെയ്യുന്നുണ്ട്. ഐസോതെർമൽ എടുക്കുകയാണെങ്കിൽ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയാവുന്നത് ആകെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ പ്രോസസ്സ് മാത്രമാണ്. സോ 2 to 3 എടുക്കുകയാണെങ്കിൽ 2 to 3 പ്രോസസ്സ് ഐസോബാറിക്കും 2' to 3 എന്ന് പറയുന്നത് ഐസോതെർമലുമാണ്. ദെൻ കണ്ടൻസറിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ സൂപ്പർ ഹീറ്റഡ് വേപ്പർ റെഫ്രിജറൻ്റ് ആണ്. കണ്ടൻസറിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ്. ബട്ട് ഈ 2 കണ്ടീഷനും ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ആയിരിക്കും. ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ. ദെൻ എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 2 നമ്മൾ ഓൾറെഡി പറഞ്ഞു. H2 ഈസ് ഇക്വൽ ടു Hg2' പ്ലസ് Cp ഇൻറ്റു T2 മൈനസ് T2'. ദെൻ എൻതാൽപ്പി അറ്റ് പോയിൻ്റ് 3. At point 3 the condition of the refrigerant is saturated liquid refrigerant. So H3 equal to HF3. F ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലിക്വിഡിനെയും G ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനെ വേപ്പറിനെയാണ്. So H3 equal to HF3 equal to enthalpy of the refrigerant at point 3. Then we can calculate using this equation how much amount of heat is removed with the help of a condenser. ഇപ്പോൾ കണ്ടൻസർ എത്ര എമൗണ്ട് ഹീറ്റാണ് റിജക്റ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് QH or heat rejected QR is equal to H2 minus H3. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം H2 മൈനസ് HF3 എന്ന് എഴുതാം. ഓക്കെ, then the expansion process, isenthalpic expansion process 3 to 4. Here the saturated liquid refrigerant undergoes expansion process in the expansion valve. Here the expansion process is a constant enthalpy one. Okay, so process 3 to 4 H3 equal to H4. H3 നമുക്ക് ഇങ്ങനെ എഴുതാം H3 is equal to HF3 equal to H4. Expansion valve expands the liquid refrigerant from condenser pressure to evaporator pressure. That is from high pressure to low pressure. Here during the expansion process the pressure and temperature decreases. And the inlet and the exit conditions of expansion valve. ഇൻലെറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ സാറ്റുറേറ്റഡ് ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ്. 100% ലിക്വിഡാണ്. എക്സ്പാൻഷൻ വാൽവിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ വെറ്റ് വേപ്പറാണ്.
മീൻസ് മിക്സ്ചർ ഓഫ് ലിക്വിഡ് ആൻഡ് വേപ്പർ റെഫ്രിജറൻറ്റ്. അപ്പോൾ അതിനകത്തെ വേപ്പർ റെഫ്രിജറൻറ്റ് എമൗണ്ട് കുറവായിരിക്കും, ലിക്വിഡിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. Then the last process, that is the evaporation process, process 4 to 1. Isobaric heat absorption process in the evaporator. അതായത് ഇവിടെ ഇവാപ്പറേറ്ററിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഈ രണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഒന്ന് ലേറ്റൻ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് 4ൽ നിന്ന് 1' എത്തുന്നു. ദെൻ അഗെയിൻ സൂപ്പർ ഹീറ്റ് അബ്സോർബ് ചെയ്ത് 1' നിന്ന് 1 എത്തുന്നു. ആൻഡ് 4 to 1 പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോബാറിക്കാണ്. ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഫ്രം ദ റെഫ്രിജറേറ്റഡ് സ്പേസ്. ഇനി ഇതിൽ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രോസസ്സ് 4 to 1' ആണ്. 4 to 1' എന്ത് സംഭവിക്കുന്നു? ലിക്വിഡ് ടു വേപ്പർ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു. അപ്പോൾ അവിടെ ലിക്വിഡ് ടു വേപ്പർ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതുകൊണ്ട് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സോ ഐസോതെർമൽ എന്ന് പറയാവുന്ന ഒരു പോർഷൻ 4 to 1' ആണ്. Again, inlet and exit conditions of evaporator. And the inlet condition is low temperature, low pressure, wet to vapor. And the evaporator exit condition is low temperature, low pressure, superheated vapor refrigerant. Okay. Then the enthalpies at point 4 and point 1. Enthalpy at point 4 equal to the enthalpy at point 3. So H3 is equal to F3 is equal to H4. In enthalpy at point 1, H1 is equal to Hg1 dash plus Cp into T1 minus T1 dash. Okay. ഈ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഡയറക്റ്റ് ടേബിൾ അല്ലെങ്കിൽ ഡേറ്റ ബുക്കിൽ നിന്ന് പോയിൻറ്റ് 3 വാല്യൂ കിട്ടും. പോയിൻറ്റ് 3 വാല്യൂ കിട്ടുവാണെങ്കിൽ പോയിൻറ്റ് 4 വാല്യൂ കിട്ടും. അതുപോലെ പോയിൻറ്റ് 1' എൻതാൽപ്പിയും എൻട്രോപ്പിയും കിട്ടും. പോയിൻറ്റ് 2' എൻതാൽപ്പിയും എൻട്രോപ്പിയും കിട്ടും. പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ട എൻതാൽപ്പീസ് എന്ന് പറയുന്നത് പോയിൻറ്റ് 1 പോയിൻറ്റ് 2 ആണ്. അതുപോലെ തന്നെ എൻട്രോപ്പിയും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പോയിൻറ്റ് 1 പോയിൻറ്റ് 2 ആണ്. അത് നമുക്ക് ഡയറക്റ്റ് കിട്ടില്ല. Here the heat absorbed during the evaporation process, that is QL or QA, heat absorbed, equal to H1 minus H4 equal to H1 minus HF3 എഴുതാം. Then COP, coefficient of performance of the system, COP is equal to heat absorbed divided by heat rejected. Sorry, COP means amount of heat absorbed in the evaporator divided by work input. അതായത് നമ്മൾ എത്രമാത്രം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു ഇവാപ്പറേറ്ററിൽ, അതിനുവേണ്ടി എത്രമാത്രം നമ്മൾ വർക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കണം. സോ ഹീറ്റ് അബ്സോർബ് ചെയ്തത് H1 മൈനസ് HF3 ആണ്. H1 മൈനസ് HF3, ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. H1 മൈനസ് HF3 ഇതാണ്. ഡിവൈഡ് ബൈ അതിന് എത്രമാത്രം നമ്മൾ വർക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തു. സോ നമ്മൾ കൊടുത്ത വർക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ H2 മൈനസ് H1. സോ H1 മൈനസ് H4 ഡിവൈഡ് ബൈ H2 മൈനസ് H1 എന്ന് പറയുന്നതാണ് നമ്മുടെ COP ഓഫ് ദ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നതാണ്.